എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ വീട് മേടിക്കുമ്പോൾ നമ്മൾ അയർലൻഡിൽ വന്നിട്ട് പുതിയതായിട്ട് വീട് മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീട് മേടിക്കാൻ അപ്പോൾ നമ്മളിത് വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീടെല്ലാം മേടിക്കാനായിട്ടെല്ലാം ഫിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് അതിനുള്ള ലോണെല്ലാം പാസ്സായതിനു ശേഷം നമ്മൾ ഇവിടുത്തെ പ്രൈവറ്റ് ഏജൻസികളുണ്ട്, വീട് സർവേ ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവരെ വിട്ട് നമ്മൾ ഫുള്ള് സ്ട്രക്ചർ ഒന്ന് സർവേ ചെയ്യണം. അതായത് വീടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, യൂസ്ഡ് വീട് മേടിക്കുന്ന കാര്യമാണ് പറയുന്നത്. പുതിയ വീടാണെങ്കിൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. അപ്പം നമുക്ക് ഈ വീടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, എവിടെയെങ്കിലും സ്ട്രക്ചർ പൊട്ടിയിട്ടുണ്ടോ, അടിയിൽ ലീക്കുണ്ടോ, അല്ലെങ്കിൽ ആറ്റിക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിൻ്റെ എല്ലാം ഒരു സർവേ നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷം ആ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലയിൻറ്റ് നമ്മുടെ സോളിസിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മളത് ആ സോളിസിറ്റർ അവരുടെ അടുത്ത് നമ്മുടെ ഇപ്പം സ്റ്റിൽ ആരുടെന്നാണോ മേടിക്കുന്നത് അവരോട് പറഞ്ഞ് അത് നമുക്ക് സോൾവ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ കേട്ടു തുടങ്ങിയാണ് നമ്മുടെ ഈ റേഡിയേഷൻ സർവേ ചെയ്യുന്ന ഏജൻസികളുണ്ട്. ചില ഏരിയയിലൊക്കെ ചില റേഡിയേഷൻ്റെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി റേഡിയേഷനുള്ള. അപ്പോൾ അതിൻ്റെ ഏജൻസികളുണ്ട്. അവരെ വെച്ച് നമ്മൾ വീടെടുക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് സർവേ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാത്തിനാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നമ്മൾ പേയ്മെൻറ്റ് മുടക്കണം, ഫീസ് നമ്മൾ കൊടുക്കണം, ഇതിനെല്ലാം സർവേ ചെയ്യുന്നതിന്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബെറൊന്ന് നമ്മുടെ വീടിൻ്റെ നോക്കണം. A1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ വീടുകളായിരിക്കും. B1 B2 B3 അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് C ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. C കഴിഞ്ഞുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റിംഗ് ഒക്കെ നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളപ്പം അതിന് ഇൻസുലേഷൻ ചെയ്യേണ്ടി വരും. സിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ എനർജി റേറ്റ് സിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ ചെയ്ത് നമുക്ക് തണുപ്പത്തൊക്കെ ഹീറ്റർ ഇടുമ്പോൾ നല്ല ചൂടൊക്കെ നമ്മുടെ റൂമിനകത്ത് ഒത്തിരി നേരം നിൽക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ B1 വരെയാണെന്നുണ്ടെങ്കിൽ ബിയിലാണെന്ന് B1 B2 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രീൻ മോഡ്ഗേജിലാകും. അപ്പോൾ നമുക്ക് കുറച്ച് പലിശയ്ക്കൊക്കെ നമുക്ക് വ്യത്യാസം വരും. ആ ഒരു നോക്കുവാണെന്നുണ്ടെങ്കിൽ എനർജി റേറ്റിംഗ് B ആണെന്നുണ്ടെങ്കിൽ, B വരെയാണെന്നുണ്ടെങ്കിൽ. C അതിന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും നമുക്ക് ലോണിന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ വീട് മേടിക്കാൻ ഉറപ്പായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട് മേടിക്കുമ്പോൾ നമ്മൾ അയർലൻഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രാവൽ സ്റ്റാർസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെ മറ്റൊരു വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.